പ്രിയമുള്ളവരെ, യുഎഇയിൽ നിന്നുള്ള റമദാൻ സഹായം കൈപ്പറ്റിയതിനെ മറയാക്കി മന്ത്രി കെ ടി ജലീലിനെ വേട്ടയാടാനിറങ്ങിയ കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങളോടൊരു വാക്ക്. ദയവ് ചെയ്ത് നിങ്ങൾ കേരളത്തെ ശവപ്പറമ്പാക്കാൻ തുനിഞ്ഞിറങ്ങിയ ബിജെപിയുടെ ഏജന്റുമാരാകരുത്. എന്നു മുതലാണ് മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ ആർഎസ്എസും ബിജെപിയും ലീഗിന് പ്രിയപ്പെട്ടതായത്? ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ബിജെപി അല്ല, നമ്മുടെ ശത്രു സിപിഐഎം ആണ് എന്ന് പറയുമ്പോൾ ബീഫിന്റെ പേരിൽ മുസ്ലിങ്ങളെ വേട്ടയാടാനിറങ്ങിയ ബിജെപി ആർഎസ്എസിനെ നേർക്കുനേരെ നിന്ന് എതിർത്ത സിപിഐഎം എങ്ങനെ ലീഗിന്റെ ശത്രുവായി മാറുന്നു? മുത്തലാഖ് നിയമ ഭേദഗതിയിലൂടെ മുസ്ലിം ചെറുപ്പക്കാരെ ക്രിമിനലുകളാക്കി ജയിലിലടക്കാൻ ബിജെപി തീരുമാനിച്ചപ്പോൾ ചെറുത്തുനിന്നവന്റെ പേര് കമ്മ്യൂണിസ്റ്റ്. ഒരു രാജ്യം ഒരു നിയമം എന്ന് പറഞ്ഞ് ബിജെപി കാശ്മീർ മുസ്ലിങ്ങളെ ബന്ദിയാക്കിയപ്പോൾ പ്രതികരിച്ചവന്റെ പേര് കമ്മ്യൂണിസ്റ്റ്. പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ ബിജെപിക്കാരനോട് അവർ ഞങ്ങളുടെ സഹോദരങ്ങൾ, മുസ്ലിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഇന്ത്യ എന്ന് പറഞ്ഞവന്റെ പേര് കമ്മ്യൂണിസ്റ്റ്. മുസ്ലിങ്ങളെ ശത്രുവായി പ്രഖ്യാപിച്ച ആർഎസ്എസും ബിജെപിയും മിത്രമായി മാറുകയും മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ശത്രുക്കളുമായി ലീഗിന് മാറിയത് എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് അധികാരം പിടിക്കുന്ന പാർട്ടിക്കാർക്ക് മുസ്ലിങ്ങൾ ശത്രുക്കളാണ് എന്ന് പറയുന്നവർ മിത്രങ്ങളാകണമെങ്കിൽ ഒന്നുകിൽ ലീഗ് മുസ്ലിം വിരുദ്ധ പാർട്ടിയാവണം, അല്ലെങ്കിൽ ബിജെപി ലീഗ് നേതൃത്വത്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അടിമപ്പണിയെടുപ്പിക്കുകയാണ് എന്ന് പറയാം. നരേന്ദ്രമോദിയെ പാർലമെന്റിൽ പിടിച്ചുകെട്ടാൻ മലപ്പുറത്ത് നിന്ന് പറഞ്ഞയച്ച പടക്കുതിരയാണ് കുഞ്ഞാലിക്കുട്ടി. ഇന്നുവരെ ബിജെപിക്കെതിരായി ഈ നേതാവിന്റെയോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുടെയോ ഭാഗത്തുനിന്ന് ശക്തമായൊരു പ്രതിഷേധമെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. നേതാക്കന്മാരുടെ പേരിലുള്ള കേസുകളും അവരുടെ അവിഹിതമായ സ്വത്ത് സമ്പാദനവും എല്ലാം കാട്ടി ലീഗ് കോൺഗ്രസ് നേതാക്കളെ ബിജെപി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സ്വന്തം നിലനിൽപ്പിനായി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്ന നേതാക്കന്മാർ നയിക്കുമ്പോൾ ഇവർ ചെരുപ്പുനക്കുകളായി മാറിയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ബാബറി മസ്ജിദ് പൊളിച്ച ബിജെപി ആർഎസ്എസ് നമ്മുടെ ശത്രു. ഭരണം കയ്യിലുണ്ടായിരുന്നിട്ടും തടയാതെ ബാബറി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസും ഇന്നു മുതൽ ഇസ്ലാമിങ്ങളുടെ ശത്രുവാണ്. ലീഗ് കോൺഗ്രസിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ സംസ്ഥാന അധ്യക്ഷൻ പുറത്താക്കിയ വിചിത്രമായ പാർട്ടിയാണ് ലീഗ്. സമുദായത്തിന്റെ പേര് പറഞ്ഞ് അധികാരം പിടിച്ചെടുത്ത് സുഖിച്ചു നടക്കുന്നതല്ലാതെ ആ സമുദായത്തിന് വേണ്ടി ഇന്നുവരെ ലീഗ് ഒന്നും ചെയ്തിട്ടില്ല. സമുദായത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചവരോട് കൂട്ടുകൂടുന്നത് അതുകൊണ്ടാണ്. സമുദായത്തിന്റെ ആരാധനാലയം തകർക്കാൻ കൂട്ടുനിന്നവരോട് ഇപ്പോഴും ചങ്ങാത്തം കൂടുന്നത് അതുകൊണ്ട് തന്നെയാണ്. സമുദായമല്ല, അതിന്റെ പേരിൽ കിട്ടുന്ന അധികാരമാണ് ലീഗിന് വലുത്. അതിനുവേണ്ടി ഏത് ചെറ്റത്തരത്തിനും മടിയില്ലാത്ത പാർട്ടിയാണ് ലീഗ്. റമദാൻ കാലത്ത് മുസ്ലിങ്ങൾ നടത്തുന്ന പുണ്യപ്രവൃത്തിയാണ് സക്കാത്ത്. ഗൾഫ് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾ വഴി ഇതിനു മുമ്പും ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു പുണ്യപ്രവൃത്തിയിൽ കള്ളക്കടത്ത് ആരോപിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് കോൺഗ്രസ് നേതാവ് മാത്രമായ ബെന്നി ബെഹനാൻ അല്ല, ലീഗ് അടക്കമുള്ള വലതുപക്ഷ മുന്നണിയുടെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. ഇതിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ടിറങ്ങാൻ ലീഗ് തയ്യാറുണ്ടോ? ഇത് ലീഗ് കൂടി ആലോചിച്ചാണ് ചെയ്തതെങ്കിൽ സ്വന്തം സമുദായത്തിന്റെ പുണ്യപ്രവൃത്തിയിൽ പോലും കള്ളക്കടത്ത് ആരോപിക്കുന്ന ലീഗിന് ഒരിക്കലും മാപ്പില്ല. പുണ്യദിനത്തിലെ സക്കാത്ത് സ്വീകരിച്ച് അർഹരായവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിന്നവൻ കുറ്റക്കാരനാണ് എന്ന് പറയുന്നവരാണ് വിശ്വാസവഞ്ചകർ, സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവർ. യഥാർത്ഥ സ്വർണ്ണക്കടത്ത് പ്രതിയെ രക്ഷിക്കാൻ കാല് നക്കാനും ഈ കപടമാന്യന്മാർക്കും മടിയില്ല. ഈന്തപ്പഴത്തിനകത്ത് കുരുവിന് പകരം സ്വർണമാണ് എന്ന് പറയാൻ ലീഗ് നേതാവിന് ഒരു ഉളുപ്പുമില്ലെന്ന് നമ്മൾ കണ്ടതാണ്. അറബ് നാട്ടിലെ വിശ്വാസികൾ പുണ്യനാളിലെ സക്കാത്ത് നൽകുന്ന ഈന്തപ്പഴത്തിന്റെ കൂടെ സ്വർണം കയറ്റി അയച്ചു എന്നല്ലേ അതിനർത്ഥമാക്കേണ്ടത്? മലദ്വാരത്തിൽ വരെ സ്വർണം തിരികെ കയറ്റി കള്ളക്കടത്ത് നടത്തുന്ന പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അധികാരത്തിന് വേണ്ടി മതത്തിന്റെ പേരിൽ വർഗീയത കളിച്ച് മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ നേതൃത്വം കൊടുത്തവന്റെ പാർട്ടി മാറാട് കലാപം നമ്മുടെ മുന്നിൽ തെളിവായുണ്ട്. സ്ത്രീ വിഷയത്തിൽ ഇസ്ലാം വിരുദ്ധത കാണിച്ച് മഹാനായവന്റെ പാർട്ടി ഐസ്ക്രീം കേസ് തെളിവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. കട്ടവന്റെ കൈവെട്ടണമെന്ന് പറയുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുമ്പോഴും
ജ്വല്ലറി തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയവനെ ഇന്നും സംരക്ഷിക്കുന്നവന്റെ പാർട്ടി, സ്വന്തം മണ്ഡലത്തിൽ +2 അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയവന്റെ പാർട്ടി, ഈ അഹമ്മദ് സാഹിബിന്റെ മയ്യത്തിനോട് അനാദരവ് കാണിച്ച പാർട്ടിക്കാരനെ അങ്ങോട്ട് ചെന്ന് കണ്ട് കെട്ടിപ്പിടിച്ചവന്റെ പാർട്ടി, സ്വന്തം മരുമകന്റെ സ്വർണ്ണക്കേസ് അട്ടിമറിക്കാൻ BJP-ക്കാരന്റെ ചെരുപ്പ് നക്കിയ നേതാവ് നയിക്കുന്ന പാർട്ടി, അധികാരത്തിന് വേണ്ടി സ്വന്തം സമുദായത്തെ പോലും ഒറ്റുകൊടുക്കുന്നവന്റെ പാർട്ടി, അതാണ് ലീഗ്. മുസ്ലിങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ച RSSനും BJP-ക്കും ലീഗ് ശത്രുവല്ലാതായി മാറുന്നുവെങ്കിൽ നാം ചിന്തിക്കണം എന്തുകൊണ്ട്. UP പോലെ, കാശ്മീരും ബീഹാറും ഒറീസയും മധ്യപ്രദേശും പോലെ മുസ്ലിങ്ങളെ വേട്ടയാടാൻ, അവരെ രാജ്യദ്രോഹികളാക്കി മാറ്റാൻ കേരളത്തിന്റെ മണ്ണിൽ RSSന് അവസരമൊരുക്കി കൊടുക്കുകയാണ് ലീഗ്. മദനിയെപ്പോലെ തീവ്രവാദിയാണ് ജലീലെന്ന് അർത്ഥം വരുന്ന രീതിയിൽ BJP പ്രതികരിക്കാൻ തുടങ്ങിയതിലെ അപകടം എന്തേ നാം തിരിച്ചറിയാതെ പോകുന്നത്? RSSന്റെ വർഗീയതയെ എക്കാലവും ചെറുത്തുനിന്ന കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ ദിവസം കഴിയുന്തോറും BJP ആയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനോടും ഇന്നും ചങ്ങാത്തം കൂടുന്ന ലീഗിന് എന്ത് സമുദായ സ്നേഹമാണുള്ളത്? കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു, നയതന്ത്ര ബാഗേജ് വഴിയല്ല സ്വർണം കടത്തിയത്. BJP-യുടെ ചാനൽ നേതാവ് അനിൽ നമ്പ്യാർ പ്രധാന പ്രതി സ്വപ്ന സുരേഷിനോട് പറയാൻ പറഞ്ഞു, നയതന്ത്ര ബാഗേജ് വഴിയല്ല സ്വർണം കടത്തിയത്. പാർലമെന്റിൽ ഗവൺമെന്റും അന്വേഷണ ഏജൻസിയും ഉറപ്പിച്ചു പറഞ്ഞു, നയതന്ത്ര ബാഗേജ് വഴിയാണ് സ്വർണം കടത്തിയത് എന്ന്. ഈ കേന്ദ്രമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് സ്വർണ്ണക്കടത്തിന്റെ പ്രധാനിയെന്ന് എവിടെയെങ്കിലും ലീഗ് പറഞ്ഞോ? പകരം എന്താ ചെയ്തത്? ആ നേതാവിന്റെ ചെരുപ്പ് നക്കി സ്വന്തം മരുമകനെ കേസിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പോയിരിക്കുന്നു. കള്ളന്മാർ തന്നെ കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണിവിടെ. അതിന് മെഗഫോണായി ചില മാധ്യമങ്ങളും ഇറങ്ങിയിരിക്കുന്നു. മികച്ച ഭരണത്തിലൂടെ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെ തകർക്കാൻ കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഒരു കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. ആ കൂട്ടുകെട്ട് ജനവിരുദ്ധമാണ് എന്ന് നാം തിരിച്ചറിയണം. BJP, കോൺഗ്രസ്, ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ട് നാടിന്റെ നന്മ തകർക്കാനാണെന്ന് നാം തിരിച്ചറിയണം. ഇനിയും മതം പറഞ്ഞ് നാടിന്റെ നന്മ തകർക്കാൻ ഇവരെ നാം അനുവദിക്കരുത്. കേരളത്തെ തകർക്കാനുള്ള ഈ നെറികെട്ട കൂട്ടുകെട്ടിനെ നാം തിരിച്ചറിയണം. ഒറ്റക്കെട്ടായി ഈ കറക്ക് കൂട്ടുകെട്ടിനെതിരെ പ്രതികരിക്കണം. ഇത് നമ്മുടെ നാടിനു വേണ്ടി, വരാനിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നാം ഇന്ന് ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാണ് എന്ന് തിരിച്ചറിയുക. പരിശുദ്ധ ഖുർആനെ വിവാദത്തിലേക്ക് തള്ളിവിട്ട ലീഗിൽ എനിക്ക് വിശ്വാസമില്ല. യഥാർത്ഥത്തിൽ സ്വർണം കടത്തിയവരെ സംരക്ഷിക്കുന്ന ലീഗ് ഇസ്ലാമിനെതിരെ, വർഗീയവാദികളായ BJP, RSSനൊപ്പം കൂട്ടുകൂടുന്ന ലീഗ്, കോൺഗ്രസ് പാർട്ടികൾ ഈ നാടിന് ആപത്ത്. ഇവരെ തിരിച്ചറിയുക, ഇവരെ ഒറ്റപ്പെടുത്തുക. നാട് നന്നാവട്ടെ, ജനങ്ങൾ നന്നാവട്ടെ. എന്റെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പം, ഈ നാട് ഇടതുപക്ഷത്തിനൊപ്പം.